നീ വേഗം അവന് പാലെടുത്ത് കൊടുക്ക്. പാലും നെയ്യും ഒക്കെ കഴിച്ച് മിട്ടു അങ്ങ് തടിച്ചു കൊഴുക്കട്ടെ. എലികളെ പിടിക്കാനുള്ളതല്ലേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മിട്ടുപൂച്ചയെ പേടിച്ച് എലികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാതെയായി. ആ പൂച്ചയെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ദിവസങ്ങളായി. ആരെങ്കിലും എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചെങ്കിൽ പറ. ഹോ, തല പുകഞ്ഞ് ആലോചിച്ചിട്ടും ഇതുവരെ ഒരു വഴിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആശാനെ. എങ്കിൽ എത്രയും വേഗം നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. അതുവരെ ആരും അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിലിരുന്ന് ഒരു തേങ്ങാമുറി തിന്നുകയായിരുന്നു. ആ സമയം ആ പൂച്ച അവിടേക്ക് വന്നു. അയ്യോ, എന്നിട്ടോ? അവൻ മെല്ലെ എന്റെ അടുത്തേക്ക് നടന്നു.